ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ വചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ കൃപാലുവായ ദൈവം എളിയവൻ ഒരു ദിനം കൂടി തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇവിടെ നടക്കുന്ന കൺവെൻഷൻ കൂട്ടങ്ങളിൽ വചനപ്രഘോഷണത്തിന് എന്നെ ക്ഷണിച്ച ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പെനിയേൽ, കർത്താവിൻ്റെ ദാസൻ, കുടുംബം, സഭാമക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരോടുമുള്ള അകമഴിഞ്ഞ നന്ദി രാത്രി രേഖപ്പെടുത്തുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഏറെ മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പാസ്റ്റർ ഇങ്ങനെ ഒരു കൺവെൻഷനെ പറ്റി എന്നോട് പറയുകയും സമയം കൊടുക്കുകയും കൃപയാൽ ഇവിടെ എത്തുവാനും ദൈവം കൃപ ചെയ്തു. കഴിഞ്ഞ രാത്രി മുതൽ നമ്മുടെ സുവിശേഷ മഹായോഗം ആരംഭിച്ചു. ഞായറാഴ്ച രാത്രി വരെ ഇത് തുടരുന്നതായിരിക്കും. ഈ 4 പ്രഭാഷണങ്ങളും ഇന്ന് രാത്രി യോഗം ലീഡ് ചെയ്ത കർത്തൃദാസൻ സൂചിപ്പിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവെന്നൊരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഇന്ന് രാത്രിയും വെളിപ്പാട് പുസ്തകമായിരിക്കും, നാളെ രാത്രിയിലും വെളിപ്പാട് പുസ്തകമായിരിക്കും, ഞായറാഴ്ച പകൽ ആരാധനയിലും വെളിപ്പാട് പുസ്തകമായിരിക്കും, അവസാന രാത്രിയിലും വെളിപ്പാട് പുസ്തകമായിരിക്കും. ഇന്ന് രാത്രി നമ്മൾ അമേരിക്ക വരെ പോകും, അവസാന രാത്രി ഇസ്രയേലിൽ വന്ന് നിൽക്കും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ബൈബിളും പ്രവചനങ്ങളും ഈ രാത്രി മുതൽ നാം ചിന്തിക്കുന്നത്. ഇവിടെ സ്റ്റേജിലിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, നല്ല ഗാനങ്ങൾ പാടുന്ന കുഞ്ഞുങ്ങൾ, കർത്തൃദാസൻ, കർത്താവിൻ്റെ ദാസി, കുഞ്ഞുങ്ങൾ, അവരെല്ലാം വളരെ വർഷങ്ങളായി എന്നോടൊപ്പം പാട്ട് പാടുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത്. കർത്തൃദാസൻ ലീഡ് ചെയ്യുന്ന മോൻ കഴിഞ്ഞ വർഷങ്ങളിലും തൊഴുക്കൽ സത്യദൈവസഭ കൺവെൻഷനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കീബോർഡ് വായിക്കുന്ന അജിത്ത് ഞങ്ങളുടെ ഭവനത്തിലെ ഒരംഗമാണ്. ധനുവച്ചപുരം ഏജിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു പൈതൽ അവൻ്റെ കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കർത്താവിൻ്റെ ബഹുമാന്യ സ്നേഹിതരായിരിക്കുന്നു. ഇവിടെ മീഡിയ കൈകാര്യം ചെയ്യുന്ന അജി ബ്രദർ, അപ്പോൾ തന്നെ നല്ല ശബ്ദ സംവിധാനം ചെയ്യുന്ന BB സൗണ്ട്സ് നെല്ലിമോട്, ഇവരെല്ലാം ഓർക്കുന്നു. ദൈവം ഇവരെയും അനുഗ്രഹിക്കട്ടെ. കാഞ്ഞിരംകുളത്തെ ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് കാഞ്ഞിരംകുളം CSIയിലെ വിനോദാണ് എന്നെ ഇവിടെ CSIയുടെ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ പരണിയം ചാണിയിലൊക്കെ കൊണ്ടുവരുന്നത്. അതിനുശേഷം കാഞ്ഞിരംകുളത്ത് നിന്ന് കർത്താവിൽ നിന്ന് മാറ്റപ്പെട്ട ഞങ്ങളുടെ ബഹുമാന സ്നേഹിതനുണ്ടെന്ന അസംബ്ലീസ് ബോർഡിലെ ജോസഫ് അച്ചായൻ, അവരുടെ കൺവെൻഷനൊക്കെ കാഞ്ഞിരംകുളം, നെല്ലിമോട്, ചാണി, പരണിയം ഈ ഭാഗങ്ങളിലെല്ലാം കർത്താവിൻ്റെ വരവ് പ്രഭാഷണം നടത്തുവാൻ ദൈവം ഇടയാക്കി. നമ്മൾ ഏത് സ്ഥാനത്ത് ചെന്നാലും വന്ന വഴികൾ മറക്കരുത്. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. CSI ദക്ഷിണ കേരള മഹാ ഇടവകയോടുള്ള ബന്ധത്തിൽ ഇവിടെ അടുത്തുള്ള പല പള്ളികളിലും പ്രസംഗിപ്പാനും അതോടൊപ്പം ഇതര പെന്തക്കോസ്ത് സഭകളിലും സത്യവചനം പ്രസംഗിപ്പാൻ കർത്താവ് ഇടയാക്കി. നല്ലൊരു പട്ടണമാണ് കാഞ്ഞിരംകുളം. സുവിശേഷത്തിൻ്റെ അനവധി ജ്വാലകൾ കത്തിപ്പടർന്ന് അനേകം പേർ ദൈവസന്നിധിയിലേക്ക് പേരുകൾ ചേർത്തുകൊണ്ട് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എഴുന്നേറ്റ ഒരു നല്ല പട്ടണമാണ് നെല്ലിമോടും കാഞ്ഞിരംകുളം. അത് പരണിയം, പുല്ലുവിള, ഇവിടെയെല്ലാം കൃപയാൽ ഉച്ചക്കട ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഈ വഴിത്താരകളിലെല്ലാം സത്യവചനം കേട്ടത് ഒരവസരം കൂടി ദൈവം തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി 10 വാക്യങ്ങളായിരിക്കും ദൈവസന്നിധിയിൽ വായിക്കുന്നത്. ഇടവേളകൾ ഉണ്ടാകത്തില്ല. വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചനവുമായിരിക്കും രാത്രി ഇന്ന് തൊട്ടുവെക്കുന്നത്. അവസാനം പ്രിയ കുഞ്ഞുങ്ങൾ, ഞങ്ങൾ പാട്ടുപാടി ദൈവസന്നിധിയിൽ ആരാധിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ഈ യോഗം അവസാനിക്കുന്നത്. ഒരു സമയം എൻ്റെ മുൻപിൽ ലഭ്യമായിട്ടുണ്ട്, അധികം നീട്ടിയൊന്നും പോയില്ല. നാളെയും ഈ യോഗമുണ്ട്. നിങ്ങൾ 5 മിനിറ്റ് നേരത്തെ വരണം. കൃത്യം 7:30 തന്നെ പ്രസംഗ പരമ്പര ആരംഭിക്കും. ഇവിടെ 5-6 കസേരകൾ ഒഴിവായി കിടപ്പുണ്ട്. ദൈവമക്കളുടെ ശ്രദ്ധയ്ക്ക് ഒരു വ്യക്തികളെയും കുറ്റം പറയത്തില്ല, വിഷമിക്കേണ്ട. കസേരയിൽ ഇരുന്നാലും ഇല്ലേലും വാടക കൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾ നാളെ കൂടെ സഹകരിക്കണം, അടുത്ത ദിവസങ്ങളിൽ സഹകരിക്കണം. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, വചനം കിട്ടാത്തൊരു കാലം വരാറായി. അതിനു മുമ്പ് പരിശുദ്ധാത്മ ശക്തിയിൽ നാം നിറഞ്ഞ് കാന്തൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുവാൻ ഈ സന്ദേശങ്ങൾ മുഖാന്തരമാകട്ടെ. എന്താ സുവിശേഷ മഹായോഗം? ചിലർ വിചാരിക്കും ജസ്റ്റിൻ പാസ്റ്റർ കുഞ്ഞുങ്ങൾക്കും അല്പം പണം കിട്ടിയത് കൊണ്ടാണ് സുവിശേഷ മഹായോഗം നടത്തുന്നത്. അവർ സുവിശേഷ മഹായോഗത്തിൻ്റെ 5 കാലികമായ പ്രസക്തിയുണ്ട്. ഒന്ന്, ഈ പട്ടണത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, ഇവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കണം. 3-ാമത്തെ കാര്യം, സകല കുടുംബങ്ങളിലും നന്മയുണ്ടാകണം. 4-ാമത്തെ കാര്യം, ദൈവിക സമാധാനം ഈ പട്ടണത്തിനകത്തുണ്ടാകണം. 5-ാമത്തെ കാര്യം, ഈ സഭയിൽ മാത്രമല്ല ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുന്ന സഭകളിൽ ചില കുഞ്ഞുങ്ങൾ ഈ വർഷം വന്ന് മുട്ടുമടക്കി ദൈവത്തെ ആരാധിക്കണം. അതിനുവേണ്ടി ദൈവം ദൈവകുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ് സുവിശേഷ മഹായോഗം. ദേശമേ
യഹോവയുടെ വചനത്തെ കേൾക്കാം. എല്ലാവർക്കും വിശുദ്ധ ബൈബിൾ തുറക്കാം. ചില വാക്യങ്ങൾ മാത്രമായിരിക്കും കുഞ്ഞുങ്ങൾ വായിക്കുന്ന. കൂടെ ബൈബിൾ നിങ്ങൾ തുറക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ രാത്രിയിലെ ചിന്തയ്ക്കായി വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. എവരിവൺ ഓപ്പൺ യുവർ ബൈബിൾ ഇൻ ദിസ് ഈവനിങ്. വി ആർ ഗോയിങ് ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 3. വിശുദ്ധ വെളിപ്പാട് 1-ാം അധ്യായം 3-ാമത്തെ വാക്യം കുഞ്ഞ് വായിച്ച് ദൈവസന്ധിയിൽ സഹായിക്കുന്നതായിരിക്കും. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഇതാ ഇന്ന് രാത്രി മുതൽ വെളിപ്പാടിന്റെ ഓരോ ഭാഗം വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയന്റെ കരൻ ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെടുവാൻ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ വരാമെന്ന് വാഗ്ദത്തം ചെയ്ത പൊന്നു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിരിക്കുന്നതിനാൽ തിരുമേനിയെ വാഴ്ത്തുന്നു. 2024 കണ്ടവർ 25 കണ്ടില്ല, 25 ജനുവരി കണ്ടവർ ആഗസ്റ്റിൻ്റെ അവസാനം കാണാതിരിക്കുമ്പോൾ കണ്ണറവിളയിലും നെല്ലിമൂടിലും ചാണിയിലും ഭരണിയത്തിലും ഉച്ചക്കടയിലും മുക്കോലയിലുമെല്ലാം 40കാരുടെയും 45കാരുടെയും ആദരാഞ്ജലികളുടെ ബോർഡുകൾ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ മാതാവേ പിതാവേ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ കൊണ്ടുവന്നത് താങ്കളെ നോക്കിയ ഡോക്ടറിൻ്റെ കഴിവല്ല, ശരീരത്തിനകത്തിറങ്ങിയ മരുന്നിൻ്റെ കൃപയല്ല, ഒരുപക്ഷേ ശരീരത്തിനകത്ത് പാഞ്ഞിറങ്ങിയ ഇഞ്ചക്ഷൻ്റെ വലിപ്പമല്ല, എന്നാൽ അതിൻ്റെ നടുവിൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ എന്നെ കരം പിടിച്ച് നടത്തിയതിനായി കോടാനുകോടി സ്തോത്രം. ഇന്ന് രാത്രി താങ്കളായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. കൃപ ലഭിച്ചവർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കും. ഈ 8-ാം മാസത്തിൻ്റെ അവസാന ദിവസങ്ങൾ വരെ മഹാദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി തന്ന അകത്തളങ്ങളിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും. ഇന്ന് രാത്രി സാഹചര്യം നിനക്ക് പ്രതികൂലമായിരിക്കും, സമ്മർദ്ദം നിനക്കെതിരെ പോരാടി വരും, എന്നാൽ ആരാധിക്കുവാൻ കഴിവുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിടുവിക്കുവാൻ കരുത്തുറ്റ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുവരും. മാസിഡോണിയയുടെ കാരാഗ്രഹത്തിനകത്ത് 2 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പൗലോസും ശീലാസും ലോകം കൊടുക്കുന്ന ശിക്ഷാവിധികളെല്ലാം കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത്. ജനറേറ്ററില്ല, വാട്സില്ല, സൗണ്ടില്ല, വെട്ടമില്ല, ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ അടിയേറ്റ പാടുകൾ. എന്നാൽ ദാവ് മാത്രം സ്വതന്ത്രമായിരുന്നു. ചങ്ങലകൾ കാലുകൾ ആമത്തിനകത്ത് ബന്ധിച്ച് കിടത്തി. ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ച സാഹചര്യം പ്രതികൂലമാ, ഇരുട്ട് നിനക്കെതിരെ മൂടാം, എന്നാൽ ഇന്ന് രാത്രി അതരബലമെന്ന സ്വോത്രയാകും. ഇന്ന് രാത്രി നീ മുഴക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഏത് കാരാഗ്രഹത്തിനകത്ത് കിടന്നാലും പൗലോസിന്റെ ശീലാസകന്റെ കാലുകളെ ബന്ധിച്ച കെട്ടുകളെ തകർക്കുക. ആരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്ന ദൈവകരം എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക. വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെയും കാൽവരുടെ കൊലക്കളത്തിൽ തകർത്തുയർത്തെഴുന്നിട്ട് യേശുവിന്റെ നാമം ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ എനിക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ എൻ്റെ കുടുംബത്തെ കെട്ടിയ, എൻ്റെ കുഞ്ഞുങ്ങളെ കെട്ടിയ ബന്ധനങ്ങളെ തകർക്കുക. എന്ന് രാത്രി കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്ന കരം നിനക്ക് വേണ്ടി ചലിക്കുന്ന രാത്രിയാ. ആ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ മതിലുകൾ വീഴുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി പട്ടണം ആർപ്പെടുവാൻ തുടങ്ങിയ ദൈവജനത്തിന്റെ ആരാധനയ്ക്ക് വിരോധമായി നിൽക്കുന്ന പറവോന്റെ ബന്ധനങ്ങൾ, നാമധേയ ബന്ധനങ്ങൾ തകർക്കുവാൻ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്ന ദൈവകരം നിനക്ക് വേണ്ടി വെളിപ്പെടും. എന്ന് രാത്രി 3 ആരവരെ കാരാഗ്രഹത്തിലാക്കിയോ. കാരാഗ്രഹ പ്രമാണി ഈ ദൈവിക സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ചോദിച്ചു, കുഞ്ഞുങ്ങളെ രക്ഷയ്ക്കായി എന്ത് ചെയ്യണം? ആ മക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. 2025 ചരിവുള്ള കൺവെൻഷൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഗ്രൗണ്ടിൽ ഞങ്ങൾക്ക് മാലോകരോട് പറയാനുള്ളത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കണ്ണുകൾ മൂട. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതന്റെ പറുദീസയിൽ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ് ഞങ്ങളുടെ നടുവിൽ ആഗതനായിരിക്കുന്നതിനാൽ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുവാൻ, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുവാൻ, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുവാൻ അടിപ്പിണറിന്റെ കരം ഈ രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. കാട്ടത്തിയുടെ പാരമ്പര്യത്തിനകത്തിരുന്ന സക്കായിയുടെ വീട്ടിനകത്ത് നാഥന്റെ കരമിറങ്ങിയപ്പോൾ ആ കുടുംബം രക്ഷ പ്രാപിച്ചതുപോലെ ഈ കൺവെൻഷൻ കൂട്ടങ്ങൾക്കകത്ത് ചില കരങ്ങൾ സർവശക്തന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഉയരുക. ജീവന്റെ പുസ്തകത്തിൽ ചിലരുടെ പേരുകൾ ചേർത്തപ്പെടുക. മഹത്വാനായ ദൈവത്തിന്റെ കരം ഈ രാത്രി വെളിപ്പെടട്ടെ. ഈ പട്ടണത്തിലെ സകല കുടുംബങ്ങൾ, അധ്വാനിക്കുന്ന മക്കൾ, കൂലിവേലക്കാർ, ബിസിനസ്സുകാർ, നാനാജാതി മതസ്ഥർ എല്ലാവരും എൻ്റെ ദൈവത്താൽ ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രിയ പിതാവേ, ഞങ്ങളുടെ പേരോ പ്രശസ്തിയോടെ ഉയരരുത്. ഈ ദിനങ്ങൾ ക്രൂശ
ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഉയരണം. ഇന്ന് രാത്രി ചില മദ്യപാനികളുടെ പേരുകൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഇന്ന് രാത്രി അത് വലിച്ചെറിയുക. ജീവിതത്തിന്റെ വരിക്കുത്തുകൾക്കകത്ത് നടക്കുന്നവർ ഇന്ന് രാത്രി സത്യവചനം കേട്ട് അവരുടെ മുഴങ്കാലുകൾ മടക്കി സ്വർഗത്തിലേക്ക് നോക്കുന്ന രാത്രിയായി മാറണം. ശബ്ദം വെളിച്ചമെല്ലാം അങ്ങ് കാക്കണം. പ്രിയ പിതാവേ, ദേശത്തിന് മഴ ആവശ്യമില്ല. 6 മുതൽ 10 വരെ ഞങ്ങളുടെ മക്കൾ വീട്ടിലെത്തുന്നത് വരെ ഈ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മഴയും കാറ്റും വരാതെ മഹത്വവാനായ ദൈവം കൊട നിവർത്തി ഞങ്ങളുടെ കൺവെൻഷനെ കാത്തുകൊള്ളണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. കഴിഞ്ഞ ദിനങ്ങൾ നിന്നതല്ല, അങ്ങയുടെ കൃപ ഒന്ന് മാത്രം. വിക്കനായ മോശയുടെ നാവോട് കൂടെ ഇരിക്കണം. വചനത്തിന്റെ പൊരുളുകൾ തിരിക്കണം. മഹത്വം അങ്ങയ്ക്ക്. പ്രാർത്ഥന രാത്രി മാനിച്ചതിനായി നന്ദി. കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. സകല മഹത്വം അങ്ങയ്ക്ക് ഒരിക്കൽ കൂടി താഴ്ത്തുന്നു, യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും വിശുദ്ധ ബൈബിളിലേക്ക്, നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ ആദ്യ രാത്രി ചിന്തയോടെ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ വിശുദ്ധ ബൈബിൾ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 262 അധ്യായങ്ങൾ. പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത 5 പട്ടികകൾ. 1 സുവിശേഷം, മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും സുവിശേഷത്തിൻ്റെ ചാലുകൾ. സുവിശേഷത്തിൻ്റെ യാഗമായ പ്രസക്തികൾ 5 കാര്യങ്ങൾ. 1 യേശുക്രിസ്തുവിൻ്റെ ജനനം. 2 അവൻ്റെ ജീവിതം. 3 മരണം. 4 ഉയർത്തെഴുന്നേൽപ്പ്. 5-ാമത്തെ പ്രഭാഷണം ആരും കടക്കത്തില്ല, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. അതാ മത്തായി യേശുക്രിസ്തുവിൻ്റെ മശിഹാത്വം, മർക്കോസ് യേശുക്രിസ്തുവിൻ്റെ ദാസത്വം, ലൂക്കോസ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം, യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വരച്ചു കാട്ടുമ്പോൾ 2-ാം തലം വരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗം ആ സഭയുടെ ചരിത്രം. ധന്യനായ ലൂക്കോസ് വൈദ്യൻ സഭയ്ക്ക് വേണ്ടി രേഖപ്പെടുത്തുന്ന അപ്പോസ്തല പ്രവർത്തികൾ. 3 തിരുസഭയെ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തിന്റെ ഉപദേശത്തുകൾ ലേഖകന്മാരുടെ നാവിൽ കൂടി പരിശുദ്ധാത്മാവ് ഉല്ലേഖനം ചെയ്തു. രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വരുവാനിരിക്കുന്ന വിശുദ്ധിയും നിത്യതയും. റോമയും ഗോരിന്ത്യയും തെസ്സലോനിക്കയും തിമോഥെയോസും എബ്രായരും എഫേസ്യരും കൊലോസ്യരും എല്ലാം വലിയ ലേഖനങ്ങൾ. 4-ാം തലം വ്യത്യസ്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു വരുവാനുള്ള കാലം. ചെറിയ ലേഖനങ്ങൾ. എതിർക്രിസ്തുവിന്റെ പ്രത്യക്ഷത, മരണാനന്തര ന്യായവിധി, ഉപദ്രവത്തിലേക്ക് കടന്നു പോകുന്ന ലോക ജനത, ബൈബിൾ കൈവിടുന്നവരുടെ ന്യായവിധിയെല്ലാം കുഞ്ഞു കുഞ്ഞു ലേഖനങ്ങൾ. 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, തീത്തോസും ഫിലോമോനും യാക്കോബ്. യൂദ അവസാനം ഇങ്ങനെ ഒരു പാട്ട് പാടി, അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട്. ആദം മുതൽ 7-ാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു, കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 ഭക്തന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതുക്ക് താൻ മേടയിൽ അരുമயான வாலிப கொழுவினார் இந்த நாள்களில் உண்மையான பாடலை கொடுக்குது പരിശുദ്ധൻ മഹോന്നത ദേവൻ കോടാനു കോടി ദൂതന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതിൻ്റെ താഴെ നല്ലൊരു ഭാഗമുണ്ട്. പകയും പിണക്കവും കോപവും ദ്വന്ദ്വപക്ഷവും ജാരശങ്കയും ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം കത്തിക്കുത്തം കഞ്ചാവടിച്ചും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന എല്ലാ പുള്ളികളെയും ന്യായം വിധിക്കുവാൻ ഏകന ന്യായാധിപതിയുമായി കർത്താവ് വെള്ള സിംഹാസനത്തിൽ വെളിപ്പെടും. അവസാന ഭാഗങ്ങളിൽ യൂദ ഇങ്ങനൊരു ഭാഗം എഴുതിയിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ വീഴാതിരിപ്പാൻ. ചിന്തിച്ചു തുടങ്ങാം, എങ്ങനെ വീഴാതിരിക്കും? 2019 ഒക്ടോബർ മാസം ചൈനയിലെ വുഹാനിൽ നിന്നിറങ്ങി 1 ഗ്രാം വൈറസ്, അൺസീൽഡ് വൈറസ്, ആർട്ടിഫിഷ്യൽ വൈറസ്, 15 രൂപയുടെ സോപ്പിൻ്റെ കുമിള കൊണ്ട് കഴുകളയുന്ന വൈറസ് ലോകത്തിൻ്റെ താളഗതികളെ മാറ്റി കാലമുന്നതിയിലേക്ക്, കണ്ടുപിടുത്തങ്ങളുടെ പെരുമഴ, ആകാശമണ്ഡലങ്ങളിലേക്ക് മനുഷ്യൻ പോകുവാൻ പോകുന്നു. ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎം എല്ലാം കടകട ഞെക്കിക്കൊണ്ടിരിക്കുന്നു. 4Gയുടെ മഹത്വം ഇവിടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ സകല മനുഷ്യനെ പെരയ്ക്കകത്താക്കി ഒരു വൈറസ്, 15 രൂപയുടെ സോപ്പിൻ്റെ കുമിള കൊണ്ട് കഴുകിക്കളയുന്ന വൈറസ്. വിശുദ്ധ മത്തായി സുവിശേഷം നിങ്ങളുടെ കരങ്ങളിൽ കൂടെ ഉണ്ട്. മാത്യു ചാപ്റ്റർ 24:21 ഇങ്ങനെ ഒരു വാക്യം, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടം അന്താളിൽ ഉണ്ടാകും. We are going to the English interpretation. In the beginning of the world, such a panic or pandemic situation not yet in the rise of the human kingdom matching a simultaneous pestilence all over the world. അതായിരുന്നു കോവിഡ്. വകഭേദങ്ങൾ മാറി ഇപ്പോഴും ചൈനയിൽ ഇത് പോകുന്നു. അതിൻ്റെ പേര് HMPV. അതിനോടനുബന്ധിച്ച് നെയ്യാറ്റിൻകരയിലും കേരളത്തിലും അമീബ, മസ്തിഷ്ക ജ്വരം, H1N1, പന്നിപ്പനി, എലിപ്പനി, ഇങ്ങനെയുള്ള വൈറൽ ഫീവറുകൾ ലോകത്തെ കീഴടക്കുന്നു. അതുകൊണ്ട് യൂദ വീണ്ടും വീഴാതിരിപ്പാൻ. ഒരുപക്ഷെ പഴയതുപോലെ ബാങ്കുകൾ പൂട്ടുവാൻ സാധ്യത, സർജറികൾ നടക്കാതിരിക്കുവാൻ സാധ്യത, ഒരുപക്ഷെ ക്രയവിക്രയ മാർഗങ്ങൾ മാറും. ഒരിക്കൽ കൂടി നമ്മൾ ഓൺലൈനിൽ കൊണ്ടുവന്നൊരു കമ്പ്യൂട്ടറിൻ്റെ മുൻപിൽ ഇരുത്തുന്ന കാലം
വീണ്ടും വരുമെന്ന് യൂദ. അതുകൊണ്ട് ആ വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദ പൂർണ്ണതയോട് നിത്യതയിലെത്തിക്കുന്ന നാഥന്റെ വചനത്തെ ഏറ്റെടുക്കുന്ന ദൈവമക്കൾ തിരുവചനം ഉല്ലേഖനം ചെയ്തുകൊണ്ട് സ്വർഗമുഖത്തേക്ക് നോക്കി കഷ്ടതയുടെ ലോകത്തിൽ നിന്നുകൊണ്ട് പറയും, ആമേൻ, കർത്താവായ യേശുവേ വരേണമേ. അതുകൊണ്ട് ആ വിശുദ്ധ വെളിപ്പാട്, ബിഹോൾഡ് ഐ ആം കമ്മിങ് സൂൺ, ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ ശുദ്ധീകരിക്കട്ടെ, സകലർക്കും പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും 4 ദിനം AD 30 കാൽവറിയിലെ ക്രൂശീകരണം. പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. ശ്രദ്ധയോടെ ആടിൻ്റെ പരമയാഗ കർമ്മങ്ങളും കാണ്ടാദികളും ഒന്നുമല്ല, ആടിൻ്റെ പരമയാഗം തുടങ്ങാം. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ഏതൻ്റെ പൊങ്കാമനത്തിനകത്ത് മനുഷ്യനെ ദൈവം കൊണ്ടെത്തിച്ചു. ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ടുപോയി തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മയുടെയും തിന്മയുടെയും ഫലത്തിൽ ഒരു ഭാഗം ഭക്ഷിച്ചപ്പോൾ രക്ഷ അവർക്ക് അദൃശ്യമാകുന്നു. ആദമേ, നീ എവിടെ? ശബ്ദം കേട്ടുകൊണ്ട് ആദം തോട്ടത്തിന് പുറത്തേക്ക് പോകുന്നു. രണ്ടാമത്തെ ഭാഗം കൽദയ പട്ടണമായി ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ വാഗ്ദത്ത സന്തതി ഇസഹാക്ക് മോറിയാദേശത്തുള്ള മലയിൽ കൊണ്ടുപോയി ഇസഹാക്കിനെ യാഗപീഠത്തിൽ സമർപ്പിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ശബ്ദം കേട്ട്, അയ്യോ, പൈതലിൻ്റെ മേൽ കൈവെക്കരുത്, അവന് പകരമായ ഒരു ആട്ടിൻകുട്ടി. ശ്രദ്ധയോടെ, ഒന്ന്, പാപത്തിൻ്റെ പങ്കിലമായ ജീവിതത്തിനകത്ത് ഇസഹാക്കിന് പകരം ഒരു ആട്ടിൻകുട്ടി ഇറക്കപ്പെട്ടു. 2, ഇസ്രായേൽ ജനത്തിൻ്റെ പ്രത്യേകത, അവർ മിസ്രയീമിൽ കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാർ, അവരുടെ നിലവിളി ഞാൻ കണ്ടു, കഷ്ടത ഞാൻ കേട്ടു. ഏകദേശം 30 ലക്ഷം ജനത്തെ പുറപ്പെടുവിക്കുവാൻ കട്ടളക്കാലിൻ മേലും കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കുറുമ്പടി മേലും തേച്ചു. 1, ഒരു പൈതലിന് വേണ്ടി രക്തം. 2, ഇസ്രായേൽ മക്കളുടെ വിടുതലിന് വേണ്ടി ആയിരക്കണക്കിന് ആടുകൾ. 3, ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി 1,50,000 പരം ആടുകളെ അറുത്തുവന്ന് ലോകചരിത്രം. ആടിൻ്റെ രക്തം വീണു കൂറു നോക്കാതെ പുരോഹിതന്മാർ നിലവിളിച്ചവൻ നല്ലവൻ, അവൻ്റെ ദയ നീക്കമുള്ളത്, ദൈവ സാന്നിധ്യം ഇറങ്ങി. 1 more time റിവൈസ്. 1, ഒരു കുഞ്ഞിന് വേണ്ടി ഒരാട്. 2, ദൈവജനത്തിൻ്റെ വിടുതലിന് വേണ്ടി. 3, ആലയത്തിൻ്റെ ദൈവ സാന്നിധ്യം. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി വീട്ടിനകത്ത് കുറ്റവും ടൈഫോയിഡും അവിഹിത ഗർഭമെല്ലാം മാഞ്ഞടിച്ചപ്പോൾ ഊനമൃഗങ്ങളെ അറക്കുവാൻ തുടങ്ങി, കുറുപ്രാവിനെ അടക്കുവാൻ തുടങ്ങി, ചെമ്മരിയാടിനെയും കോലാടിനെയും അറുത്ത് രക്തം വീണപ്പോൾ സ്വർഗം ചോദിച്ച ഒരു കാര്യമുണ്ട്, അയ്യോ, എന്നുമെന്നും ഈ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഇങ്ങനെ കോലാട്ടിൻ്റെയും അതുപോലെ തന്നെ മൃഗങ്ങളുടെ രക്തം വീഴണ്ട, സകല പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി രക്തം ചിന്തണം. ആർ പോകും? അവൻ്റെ സന്നിധിയിൽ ഒരുവനുണ്ടായിരുന്നു, അവൻ പറഞ്ഞു, ഞാൻ പോകാം. ഇന്ന് രാത്രി മുതൽ അവനെ ഞങ്ങൾ ഉയർത്തുന്നു. അവൻ്റെ പേര് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മഗ്മകാസമനം വിട്ട് അവൻ ഭൂതലത്തിലേക്ക് വന്നു. ബേത്ലഹേമിൽ അവൻ ജനിക്കുന്നു. മാതാപിതാക്കളുടെ നടുവിൽ അവൻ വളരുന്നു. 30ാമത്തെ തിരുവയസ്സിൽ അവൻ സ്നാനമേൽക്കുന്നു. 33ാം തിരുവയസ്സിൽ കാൽവറിയിൽ 2 കള്ളന്മാരുടെ നടുവിൽ അവൻ പരമയാഗമാകുന്നു. രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. പാറശാലയിൽ CPM സമ്മേളനം നടക്കുമ്പോൾ ഹരീന്ദ്രൻ സഖാവ് കൊടി ഉയർത്തി പറയൂ, രക്തസാക്ഷി സിന്ദാബ, രക്തസാക്ഷി മരിച്ചില്ല. പൂവാറിൽ BJPയുടെ ശിബിരം നടക്കുമ്പോൾ VV രാജേഷ് കരമുയർത്തി പറയും, ബലിദാനികൾ. അങ്ങനെയെങ്കിൽ രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. അതുകൊണ്ട് സകല പാപത്തിൻ്റെ പരിഹാരത്തിനും വേണ്ടി രക്തം ചിന്തണം. അതിനുവേണ്ടി ചിന്തിയ രക്തമായി ഇന്ന് രാത്രി മുതൽ ക്രൂശിലെ രക്തം, അതിനെയാണ് ഞങ്ങൾ ഉയർത്തുന്നത്. എന്തിനു വേണ്ടി? യേശു ക്രിസ്തു വന്നു. പലരും പറയും വീട് തരാൻ, കാർ തരാൻ, കമ്പ്യൂട്ടർ തരുവാൻ. നെവർ. യേശു ക്രിസ്തു പാപികളെ തേടി വന്ന യേശു രക്ഷകൻ. ഇന്ന് രാത്രി ഇനി നമ്മൾ കാത്തിരിക്കുന്നത് പാപമില്ല, ശുദ്ധർക്കായി അവൻ മടങ്ങി വരുവാൻ പോകുന്നു. അതിൻ്റെ സന്ദേശം ഒരു മനുഷ്യനെ സംബന്ധിച്ച് 3 ഘടകങ്ങൾ: ദേഹം, ദേഹി, ആത്മാവ്. ദേഹത്തിന് ദേഹിക്കും മരണം, ആത്മാവിന് മരണമില്ല. ആത്മാവിനെ എവിടെ എത്തിക്കാൻ? ഹൈന്ദവരുടെ പുണ്യവേദങ്ങൾ, ആർഷഭാരതത്തിൻ്റെ അചഞ്ചലമായ വേദങ്ങളും വേദോപനിഷത്തുക്കളും, ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവം, ഇതിനകത്തെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്: ആത്മാവിന് നിത്യവാസം എവിടെ കിട്ടും? ഈ മഹാവിഷ്ണു ആർഷഭാരതത്തിൽ ഇങ്ങനെ ഒരു കാര്യം, ഈ പ്രപഞ്ചം അസ്തമിക്കും, അഥവാ കാഞ്ഞിരക്കുളത്തേക്കുന്ന മരത്തിൻ്റെ ഇല വീഴുന്നത് പോലെ പ്രപഞ്ചം വീഴുമെന്നാൽ മഹാവിഷ്ണു അതിനകത്ത് ഇങ്ങനൊരു ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്: ആത്മാവിന് വാസം കിട്ടിയില്ലെങ്കിൽ താഴെ പീഡ അനുഭവിക്കുമെന്ന് ഹൈന്ദവരുടെ പുണ്യവേദങ്ങൾ. ഇസ്ലാമിൻ്റെ ഖുർആൻ രേഖപ്പെടുത്തി മസ്നാദ് പുറത്തിനകത്ത് കാഞ്ഞിരംകുളത്ത് അവർ വായിക്കാറുണ്ട്. ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കൊത്തി വലിക്കുന്ന പാമ്പുകളുണ്ടെന്ന്. അതുപോലെ വിശുദ്ധ ബൈബിൾ ഭൂമിക്ക് കീഴെ ശയാപ്രവചനം 14 വരുമ്പോൾ കെടാത്ത തീയും ചാകാത്ത പിടിവും മത്തായിയിലും അത് കാണിക്കുന്നു. അപ്പോൾ ദേഹത്തിനും ദേഹിക്കും മരണം, ആത്മാവിന് മരണമില്ല. ആത്മാവിനെ അപ്പച്ചൻ്റെ വീട്ടിലെത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ഏക സത്യദൈവം യേശു ക്രിസ്തു കരമുയർത്തുന്നവർക്കാൽ. അതുകൊണ്ട്
യോഹന്നാൻ പറഞ്ഞു, വരച്ചു കാട്ടുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പെന്തിക്കോസിന്റെ പാപമല്ല, CSIയുടെ പാപമല്ല, മർത്തോമയുടെ പാപമല്ല, ഹൈന്ദവന്റെ പാപമല്ല, ഇസ്ലാമിന്റെ പാപമല്ല, യവനന്റെ പാപമല്ല, ജൈനന്റെ പാപമല്ല, ബുദ്ധന്റെ പാപമല്ല. ഏത് മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി രക്തം ചിന്തണം. അങ്ങനെ ഒരുവനെ ഇന്ന് രാത്രി മുതൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. കരമുയരുന്നില്ലല്ലോ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മനസ്സിലാകുന്നവർക്കായി AD 30 കാൽവറിയിലെ ക്രൂശീകരണം. അതിനുശേഷം ഭക്തന്മാർക്ക് ന്യായവിധി ഇങ്ങനെ വരുന്നു. പുറകെയുള്ള ന്യായവിധികൾ അടുത്ത ദിവസങ്ങളിൽ സ്തേഫാനോസിൻ്റെ ന്യായവിധി 1, 2 പൗലോസിൻ്റെ ന്യായവിധി, അതിനുശേഷം യാക്കോബിൻ്റെ ന്യായവിധി, അതിനുശേഷം പത്രോസ്ലീഗയുടെ ന്യായവിധി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വരച്ച് കാട്ടും. അതിനുശേഷം ഇന്ത്യയിൽ വന്ന AD 72 കാലഘട്ടത്തിൽ തോമാസ് ലീഗ അത് വധിക്കപ്പെടുക. ഇതെല്ലാം കണ്ട ഒരു അപ്പോസ്റ്റൽ ഉണ്ടായിരുന്നു. അതാ ഇന്ന് പാടുന്ന മുൻ പറഞ്ഞത്, കാൽവരി ദർശനം കണ്ട അപ്പോസ്റ്റലനായ വയോധികനായ യോഹന്നാൻ. AD 64 അദ്ദേഹം പെരിയ യാത്രയായത് ഇന്നത്തെ ആധുനിക തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട ഏഷ്യ മൈനർ എന്ന കടൽ തീരം വിശേഷിപ്പിക്കുന്നത്. ഈ AD 64 യാത്രയായ യോഹന്നാൻ അപ്പോസ്റ്റലൻ അവിടെ ചെന്നു. 7 സഭകൾ ദൈവവചന പ്രകാരം സ്ഥാപിക്കപ്പെട്ടു. എഫെസോസും ലവോദിക്കയും സ്മർണയും തുതയൂര് പെർഗമോസും സർദീസും ഫിലാഡൽഫിയ സഭ. 7 സഭകൾ ഇങ്ങനെ സ്ഥാപിക്കപ്പെട്ടു. നല്ലൊരു ശുശ്രൂഷകനായി ഏകദേശം 90 കഴിഞ്ഞ കാലഘട്ടത്തിനകത്ത് ഒരുവൻ ഇറങ്ങി വരുന്നു. അവൻ്റെ പേര് ഡൊമേഷ്യൻ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും റോമിൻ്റെ ഭരണാധികാരികളും ചിന്തയോട് അന്ന് 2 ഗവർണർമാർ, 1 ഹെരോദാവ് പിന്നെ ഏദോമിൻ്റെ ഗവർണർ, 2 പീലാത്തോസ് റോമിൻ്റെ കൈസർ. കാലത്തിൻ്റെ യവനിക ബൈബിളും ചരിത്രവും തട്ടി നോക്കുമ്പോൾ വെസ്പേഷ്യൻ, അതിനുശേഷം റോമാനഗരം ചുട്ടരിച്ച നീറോ, യെരുശലേമിൻ്റെ ദൈവാലയം തകർത്ത ടൈറ്റസ്, അതിനുശേഷം ലൗദിയോസ് ക്ലൗഡിയോസ്. 90 കാലഘട്ടത്തിൽ ഡൊമേഷ്യൻ വന്ന് ചോദിക്കുന്നു പടയാളികളോട്, കുഞ്ഞുങ്ങളെ, തച്ചൻ്റെ മകൻ യേശു രക്ഷകനെന്ന് റോംകാർ പറയുന്നില്ല, തച്ചൻ്റെ മകൻ്റെ വചനം പറയുന്ന വാക്കുകൾ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അവർ പറഞ്ഞ, ചക്രവർത്തി, അനവധി പേരുണ്ടായിരുന്നു, മിക്കവരെയും ഞങ്ങൾ കാലപുരിക്ക് അയച്ചു. അവരുടെ ഭാഷ. ഇപ്പോൾ ഒരു വല്യപ്പൻ കിടപ്പുണ്ട്, എവിടെ കിടപ്പുണ്ട്? പാശ്ചാത്യ പൗരസ്ത്യ റോമയുടെ കീഴിൽ കിടക്കുന്ന തുർക്കിയിലെ ഏഷ്യ മൈനർ. എന്ത് പ്രായം കാണും? ഒരു 90 വയസ്സ്. വഞ്ചിയൂർ കോടതി പറയുന്നവർ ഇവിടെ കൊണ്ടുവരേണ്ട, കൂട്ടിനകത്ത് നിർത്തണ്ട. അന്നത്തെ ചക്രവർത്തിമാർ താളിയോലകളിനകത്ത് തിരുത്താണിക്കകത്ത് എഴുതി കൊടുക്കുന്നവരെ എഴുതി കൊടുത്തു. വയോധികനായ യോഹന്നാന്റെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കയറിക്കൊല്ലുവാൻ ശ്രദ്ധയോട്. ഒരു പ്രഭാതത്തിൽ നമ്മുടെ പൈത്തോമിന് മുൻപിൽ ഇരിക്കുന്നത് പോലെ ഒരു 90 വയസ്സ് കഴിഞ്ഞ അപ്പച്ചൻ ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ കൈ വിറയ്ക്കും, ശരീരമാകൽ വിറയ്ക്കുന്ന ഒരു മനുഷ്യൻ അതിരാവിലെ 5 മണിക്ക് പഴയ നിയമം തോറയും തനാക്കും ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ചുരുളുകൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പടയാളികൾ വന്നു. കമ്മിറ്റിക്കാരില്ല, സെക്രട്ടറിമാരില്ല, പ്രതിപുരുഷന്മാരില്ല, ഡീക്കന്മാരാരുമില്ല. 6 കുതിരകൾ, 12 പടയാളികൾ. അവർ വന്ന് വയോധികനോട് പറഞ്ഞു, അപ്പച്ചാ, താങ്കളുടെ അവസാന ദിവസം വന്നിരിക്കുന്നു. വയോധികൻ ചോദിച്ച കാര്യം എന്താ? ഞങ്ങളുടെ ചക്രവർത്തി, താങ്കൾ നിൽക്കുന്ന പ്രോവിൻസിന്റെ ഗവർണർ ആയിരിക്കുന്ന ഡൊമീഷ്യൻ ഞങ്ങളുടെ മുൻപിൽ ഒരു കൽപ്പന തന്നു. താങ്കളുടെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊള്ളുവാൻ. അപ്പച്ചനൊന്ന് വല്ലാതെ വേവലാതിപ്പെട്ടു. സഭയ്ക്കകത്ത് ആരുമില്ല, കമ്മിറ്റിക്കാരില്ല. വയോധികന്റെ കൈകാലുകളിൽ ചങ്ങലകൾ വീണു. ചരിത്രത്തിന്റെ തങ്കത്താളുകൾ രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തെ 6 മണിക്ക് കാരാഗ്രഹത്തിലെത്തിച്ചു. സർജറി ചെയ്യുന്ന ഒരു ടേബിളിൽ കടത്തുന്നത് പോലെ വയോധികനെ കടത്തിയെന്ന ചരിത്രം. 6:30 ആയപ്പോൾ ഒരിക്കൽ കൂടി കൽപ്പന, മുഖാവരണം ധരിപ്പിച്ചു. ക്യാൻസറിന് റേഡിയോ തെറപ്പിക്ക് മുമ്പ് കറുത്ത പേന കൊണ്ട് മാർക്ക് ചെയ്തപോലെ യോഹന്നാനെ മാർക്ക് ചെയ്തെന്ന ചരിത്രം രേഖപ്പെടുത്തുന്നത്. 7 മണിയായപ്പോൾ സൈറൻ മുടങ്ങുന്നു. കാരാഗ്രഹത്തിനകത്ത് ഒരുവനുണ്ട്, മനുഷ്യനെ കീറുവാനുള്ള സ്പെഷ്യലിസ്റ്റ്. അദ്ദേഹം ആരായിരുന്നു? യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം. കുഞ്ഞുങ്ങളും അമ്മച്ചിമാരും ശ്രദ്ധയോടെ 156 മുള്ളുള്ള കിരീടം, 39 അടികൾ, പീലാത്തോസിന്റെ 3 ആണികൾ, ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ അവന്റെ ശരീരം തകർക്കപ്പെട്ടു. അതിന്റെ പ്രത്യേകത, പെരിട്ടോണിയസ്, റോമിന്റെ ശക്തനായ പടയാളിയ. ഒരു ചൂണ്ടയ്ക്കകത്ത് 2 കവരങ്ങളാ, 1 ഈയക്കട്ട, 2 വാളച്ചൂണ്ട. ഇതിനകത്ത് ആ നാഥന്റെ ശരീരം വിണ്ടു കീറിപ്പോയത്. അവന്റെ കസിനായി ഒരുവൻ ഇറങ്ങി വന്നു. ഒരു മയക്കോ ഒരു ഗുളികകളോ ഒന്നുമില്ല. ഒറ്റ കാര്യമുണ്ട്, വയോധികനായ യോഹന്നാൻ കണ്ണടച്ച് കിടക്കുമ്പോൾ പെരിയ ഇങ്ങനെ ശരീരം അങ്ങോട്ട് കീറുവാൻ തുടങ്ങി. അല്പവേദനയുണ്ട്, പക്ഷേ ശരീരം ഒട്ടിപ്പിടിക്കുന്ന കാഴ്ച യോഹന്നാനും മനസ്സിലാകുന്നില്ല. അനവധി പേരുടെ ശരീരത്തിനകത്ത് മൂർച്ചയേറിയ വാൾ കുത്തിയിറക്കി. ഈ പടയാളി കയ്യിലിരുന്ന ഉടവാൾ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഇദ്ദേഹത്തെ അഴിച്ചു വിട്ടേക്കണം. ഇദ്ദേഹത്തിൻ്റെ അകത്ത് എന്തോ അസാമാന്യ ശക്തിയുണ്ട്. ഞാൻ ശരീരം കീറുമ്പോൾ ദാ ഒട്ടിപ്പിടിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പിൻപിൽ ഒരു അസാമാന്യ ശക്തിയുണ്ട്. ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് ഇറവ്. ഇന്ന് രാത്രി കേൾക്കണം. സാഹചര്യം നിനക്ക് പ്രതികൂലമായിരിക്കും, സമ്മർദ്ദം നിനക്കെതിരായിരിക്കും. നീ സർജറി യൂണിറ്റ്
വീട്ടിനകത്ത് കിടക്കും. ധരിക്കുന്നവരടുത്ത് ഒരുപക്ഷെ ഡോക്ടറും പറയും മരണമുറപ്പാൻ പറയുന്ന രാത്രി കരമുയർത്തി പറയണം. ഏത് ബെഞ്ചിനകത്ത് കിടന്നാലും ഏത് സർജറി യൂണിറ്റിനകത്ത് കിടന്നാലും എന്നെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, എൻ്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, എൻ്റെ കുഞ്ഞുങ്ങളെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, എത്ര കത്തി എൻ്റെ ശരീരത്തിനകത്ത് കയറിയാലും എന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. കാര്യം മനസ്സിലാക്കുന്നവർക്ക് അപ്പച്ച അമ്മച്ചി സാധാരണ ദൈവത്തെയല്ല നീ ആരാധിക്കുന്നത്. ഇന്ന് രാത്രി ചരുവളയിൽ പറയണം, ഞാൻ പ്രാർത്ഥിച്ചത് ദൈവദാസന്മാർ എന്നോട് ദൂത് പറഞ്ഞത്, എൻ്റെ പുസ്തകത്തിനകത്ത് രാത്രിയുടെ യാമങ്ങൾ കണ്ണുനീരോടെ ഞാൻ നിലവിളിച്ച പ്രാർത്ഥനയുടെ മറുപടി എൻ്റെ പുരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മോമെന്റ്, ദ പ്രഷ്യസ് മോമെന്റ്, ദ മൈറ്റി പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് സർവ് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് രാത്രി സാധാരണ ദൈവമല്ല, ഇന്ന് രാത്രി നിന്നെ വിളിച്ചത് അണ്ടകളാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെ ചന്ദ്രനെ അതതിൻ്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, ഇന്ന് രാത്രി മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഗ്രഹങ്ങളെ വെച്ച ദൈവം, ഗോപ്ലിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ വെച്ച ദൈവം, അവൻ അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടിനാര് പോലും വീഴുവാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി കരം ഉയർത്തുവാൻ കഴിയും? ക്യാൻസർ 4ാമത്തെ സ്റ്റേജ് ആയിരിക്കും. RCCയുടെ വാതിലുകൾ സഹോദരി നിന്റെ മുൻപിൽ അടഞ്ഞു കാണും. കുഞ്ഞുങ്ങളോട് ഡോക്ടർമാർ പറഞ്ഞു കാണും ഒരു 3 മാസമേ സമയമുള്ളൂ. എന്നാൽ ഇന്ന് രാത്രി കരം ഉയർത്തി പറയണം, ദൂട്ട പിശാച് നടുങ്ങട്ടെ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയാം, ക്യാൻസർ അല്ല വലുത്. ഇന്ന് രാത്രി എൻ്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ കരം വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ചേട്ടാ അച്ചായ ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യം അടിച്ചു, സ്റ്റെൻഡ് ഇടാൻ പറ്റത്തില്ല. PRSകാരനെ നിംസുകാരനെ തള്ളി. മധു ശ്രീധർ സാർ കാത്തലാബിന്റെ മുൻപിൽ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, അപ്പച്ചന് ശവപ്പെട്ടി പേടിക്കുക. എന്നാൽ ഇന്ന് രാത്രി പറയണ ഹാർട്ട് അറ്റാക്ക് അല്ല വലുത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. എത്ര പേർക്ക് ഇന്ന് രാത്രി കരം ഉയർത്തുവാൻ കഴിയും? നീ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് നിന്റെ വീട്ടിനകത്ത് മറുപടി ഇറങ്ങി വരുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി കാരാഗ്രഹത്തിനകത്ത് യോഹന്നാന് വേണ്ടി മാത്രമല്ല, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം വയലിൽ ചെടിക്ക് പ്രകാശം തരുക. കരുത്തൂറ്റ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വാഗ്ദത്തത്തിന് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. നിന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. നിന്റെ ഉപവാസത്തിന് ദൈവം ഒരു വിടുതൽ വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന മക്കൾക്ക് രാത്രി സാധാരണ പുസ്തകവുമായിട്ടുള്ള ഈ ഗ്രൗണ്ടിനകത്ത് നിങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിലപ്പെട്ട ദൈവിക ആധാരം, അതൊക്കെ പ്രത്യേകത 8000 പ്രോമിസ് ഉണ്ട് ബൈബിളിനകത്ത്. ഓരോ ദിവസം ഓരോ പ്രോമിസ് പറയാം. ഉണർവോടെ കേട്ടോണ്ടിറങ്ങാവൂ. 8000 പ്രോമിസ് ഇലാമിനേറ്റഡ് അവർ ബൈബിളിൽ. കുട്ടസനല്ല, മായാവിയല്ല, ഡിങ്കനല്ല. എത്ര നല്ല പ്രോമിസുകൾ. ഇസ്രയേലിൻ്റെ 1ാമത്തെ രാജാവ്, ശ്രദ്ധയോടെ ഇരിക്കണമേ. കഴുത അന്വേഷിച്ച് പോയപ്പോൾ ശൗലിനെ പിടിച്ച് ഇസ്രയേലിൻ്റെ 1ാമത്തെ രാജാവാക്കി. അവൻ്റെ പ്രത്യേകത, നല്ല രാജാവും കൊട്ടാരവും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയൊക്കെ മറന്നു. അവൻ്റെ കൂടെ ഒരുവനുണ്ടായിരുന്നു, യോനാഥാൻ. നല്ല കുഞ്ഞായിരുന്നു, സ്തോത്രം. പക്ഷേ അവൻ്റെ കയ്യിലൊരു കുഴപ്പമുണ്ടായിരുന്നു. കയ്യിലൊരു ശൂലം കിട്ടിയപ്പം കയ്യിലൊരു കുന്തം ഉണ്ടായിരുന്നു. ശൗലിൻ്റെ പ്രത്യേകത, ഞങ്ങളുടെ ഉപദേശമാരാണ് കൈയുടെ കടക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ദാവീദിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു, യൂട്യൂബിൽ പോസ്റ്റ് ഇടുന്നു, കമൻ്റ് ഇടുന്നു, ട്വിറ്റർ ഇടുന്നു. പിന്നെ ദാവീദിൻ്റെ സ്ക്രീൻഷോട്ടും വോയിസ് റെക്കോർഡറും. സന്തോഷമില്ലല്ലോ? മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതാണല്ലോ നമ്മുടെ പെന്തിക്കോസുകാരുടെ പരിപാടി. മനസ്സിലാകുന്നവർക്കായി. അപ്പം ദാവീദ് പല പ്രാവശ്യവും കർത്താവിനോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒന്ന് കൊടുത്താലോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, മിണ്ടായിരി, ഞാൻ ശരിയാക്കി തരാം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എല്ലാം ശരിയാകും. മനസ്സിലാക്കുന്നവർക്കായി. അവസാനം ഗിൽബോറ പർവ്വതനിരയിൽ വന്ന് വചനം കേട്ടാട്ടെ കുഞ്ഞിൻ്റെ നെഞ്ചത്ത് കത്തി കയറി. സ്വോത്രം. അപ്പം പിന്നെ മോൻ അങ്ങ് പോയി. അപ്പോൾ ശൗല് ഇച്ചിരി വലിയ അരിസ്റ്റോക്രാറ്റിക് ആയിരുന്നു. ശൗല് വിചാരിച്ച് നാട്ടുകാരുടെ കത്തി കയറണ്ട. കണ്ടോ, അഭിഷിക്തനായ ദാവീദിനെ എറിഞ്ഞ കുന്തം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ്റെ നെഞ്ചത്തൊറ്റ കയറ്റ്. മനസ്സിലാകുന്നവർക്കായി. ആവശ്യമില്ലാതെ പോസ്റ്റ് ഇടാൻ പോകുന്ന എല്ലാവരും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. വീരന്മാർ പട്ടുപോയതെങ്ങനെ? ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട്, പദ്ധതി വിട്ട്, ലോകത്തിൻ്റെ മോഹത്തിനകത്ത് കുന്തവും കയറി പോസ്റ്റുമൊക്കെ ഇടാൻ നടക്കുമ്പോൾ പലപ്പോഴും ആലോചിക്കണം, കുഞ്ഞെ നിൻ്റെ ന്യായവിധി പുറകെ വരുന്നുണ്ട്. മനസ്സിലാക്കുന്നവർക്കായി. ആ യോനാഥാൻ ഒരു പാവപ്പെട്ട കുഞ്ഞായിരുന്നു, നല്ല പൈതലായിരുന്നു. അപ്പം പറയുന്നുള്ള കേട്ടു, ഞങ്ങളുടെ നാടൻ ഭാഷ പറഞ്ഞ മമ്മിയുടെ ചുരിദാറ് പിടിച്ചോ നടന്നതുകൊണ്ട്, അതുകൊണ്ട് അവൻ ആ കുഴപ്പം വന്ന്. കുഞ്ഞ് മോശമല്ലായിരുന്നു. അതിനോടൊപ്പം തന്നെ യോനാഥാൻ്റെ കാര്യം പറയുമ്പോൾ വേറെ 3 കുഞ്ഞുങ്ങളുടെ കാര്യം പറയണം. അവർ പേരെ കോരകിൻ്റെ മക്കൾ. സ്വോത്രം. ചർച്ചിനെതിരെ ഭയങ്കര പോരാട്ടം. ദാദാനും അബീരാമും കോരകും പറഞ്ഞു ഇതിനെ കേസ് കൊടുത്ത് പൂട്ടിക്കുമെന്ന്. നാടൻ ഭാഷ, നെയ്യാറ്റിൻകര ഭാഷ. സ്വോത്രം. കുഞ്ഞുങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പച്ചന്മാർ വില കൊടുത്തതാ, കൈക്കപ്പം കഷ്ടപ്പെട്ട് സിമെൻ്റൊക്കെ ചുമന്നതാ, അതുകൊണ്ട് കഴുക്കോലൊക്കെ വെച്ചതാ. പിള്ളേരുടെ അപ്പച്ചന്മാർ പറഞ്ഞ് മിണ്ടിപ്പോകരുത്, റെഡിയാക്കുമെന്ന്. സ്വോത്രം. മനസ്സിലാക്കുന്നവർക്കായി. കോരകൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഈ കൂട്ടത്തിലില്ലെന്ന്. സ്വോത്രം. അവസാനം കോരകൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്,
ഇവിടെ നമ്മുടെ ചരിവുള്ള IPC-കാർ വാതിൽ തുറന്നില്ലെങ്കിലും വേണ്ടിയല്ലോ വാതിക്കൽ നിന്നൊരു ഹല്ലേലൂയ പറയണം. കരമുയർത്തുന്നവർക്കായി ആലയത്തിൻ്റെ വാതിക്കൽ നിന്ന് കാവൽക്കാരനായി നിൽപ്പാൻ ദൈവം എന്നെ ബലപ്പെടുത്തണേ. സ്തോത്രം. എന്താ സംഭവിച്ചത്? ഭൂമി പിളർന്നു. ദാദാൻ, അബീരാം, കോരക, മലയാളം വീരന്മാർ പട്ടുപോയതെങ്ങനെ? ദൈവത്തിൻ്റെ വചനം വിട്ട്, ധ്യാനം വിട്ട്, ഏൽപ്പിച്ച ദൗത്യം വിട്ട്, ചർച്ചിനെതിരെയും കമ്മിറ്റിക്കെതിരെയും ദൈവസഭയ്ക്കെതിരെയും പോരാടിയാൽ ദൈവത്തിൻ്റെ ന്യായവിധിയുണ്ട്. കോരകൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞ് പെയ്ത്തവും തുറക്കണ്ട, ആലയത്തിൻ്റെ വാതിൽക്കൽ കാവൽക്കാരനായി നിൽപ്പാൻ ഞങ്ങളെ ദൈവം ബലപ്പെടുത്തണമേ. ആ കുഞ്ഞുങ്ങളുടെ നാവിനകത്ത് സങ്കീർത്തനം കൊടുത്തവൻ ആ സ്വർഗത്തിലെ ദൈവം അവിടെ നിൽക്കട്ടെ. ശ്രദ്ധയോടെ. രണ്ടാമത് ഇപ്പോൾ ഇസ്രായേലിനൊരു രാജാവിന് വേണം. രാജാവിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം ഇടപെട്ടു. ആരോട് സംസാരിച്ചു? ശമൂവേലിനോട് പറഞ്ഞു. ശമൂവേലിനോട് പറഞ്ഞ കാര്യമുണ്ട്. ശമൂവേലെ നമ്മുടെ ഇശായിയുടെ വീട്ടിൽ നിന്ന് പോകണം, അവിടെ ചെന്നിട്ട് ഒരു തന്നെ രാജാവാക്കിയേക്കണം. ശമൂവേലിന് ഭയങ്കര സന്തോഷമായി. രാവിലെ ഫോൺ വിളിച്ചു. ഇശായിയെ വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു. അച്ചായ, ഞാൻ രാവിലെ നമ്മുടെ പഴയ ബസ് പാസ് സ്കൂട്ടറിൽ അങ്ങോട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഓർഡിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം അവിടെ എൻ്റെ കയ്യിലുണ്ട്, ബാഗിനകത്ത്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഡിഗ്രി എല്ലാം അവിടെ റെഡിയാക്കി വെച്ചേക്കണം. ഇശായിക്കും ഭയങ്കര സന്തോഷമായി. വീട്ടിലുള്ള ഒരു രാജൻ വരുന്നത്. അവിടെ ആര് ചെന്നു എന്നല്ല, സമ്മരമായിട്ട് നമ്മുടെ ശമൂവേൽ അവിടെ ചെന്നു. രാവിലെ ഇവിടെ പാസ് എന്നുള്ള ഞാൻ വന്നപ്പോൾ ഒരു കട്ടൻ ചായ എന്നുള്ള കട്ടൻ ചായയൊക്കെ തന്നു. കുഞ്ഞുങ്ങളെല്ലാം വിളിച്ച് നല്ലൊരു സങ്കീർത്തനം 34 അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അത് കഴിഞ്ഞിട്ട് നല്ലൊരു പാട്ടും നമ്മുടെ അജിത്ത് പാടുന്ന പോലെ. ഏതാ പാട്ട്? എന്താ നല്ല ഞാനും എൻ വീടും എൻ വീട്ടാരനൈവരും. നല്ല പാട്ടും കേട്ട് സ്തോത്രം. ഇശായിക്കും ഭയങ്കര സന്തോഷമായി. ഒരു വാലിബൻ വന്നത് രാജാവാകും. മനസ്സിലാകുന്നവർക്കായി കുഞ്ഞുങ്ങളെ അവിടെ ഇരുത്തി ഒന്നാമത്തവൻ്റെ തലയിൽ കൈവെക്കാൻ പോയി. സ്വർഗം പറഞ്ഞ് അവനെ ഞാൻ കണ്ടിട്ടില്ല. രണ്ടാമത്തവൻ്റെ തലയിൽ കൈവെക്കാൻ പോയി, അവനെ ഞാൻ കണ്ടിട്ടില്ല. മൂന്നാമത്തവൻ്റെ തലയിൽ നിന്ന് കൈവെക്കാൻ പോയി, അവനെ കണ്ടിട്ടില്ല. നമ്മുടെ ഇടുക്കിയിൽ മണിയാശാൻ പറഞ്ഞോളൂ 1 2 3 4 5 6 7. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. എന്നെപ്പോലുള്ള ഇവിടുത്തെ പാശമാരെ മേടയിൽ ഉட்கார்ந்திருக்கிற അരുമയാണ് ഊழியக்கார். അവർ അരുമയാണ് ഊழிയക്കാർ. இந்த நாள்கள் അവരെ നാം മറ്റുമേ ഒന്നുമേ പറയக்கூடாது. എന്താ സംഭവം എന്നറിയാം? എന്നെപ്പോലുള്ള ഉപദേശിമാർക്കാരുടെ കവർ തന്നിരുന്നത് 7 എണ്ണത്തിൻ്റെ തലയിൽ കൈവച്ച് ഓർഡിനേഷൻ കൊടുത്തേനെ. മനസ്സിലാകുന്നവർക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു. ശമൂവേൽ അങ്ങനെ കൈക്കൂലി മേടിക്കുന്നവനല്ല അമ്മാമ്മ. നല്ലൊരു അമ്മാമ്മയുടെ മോനായിരുന്നു. ഏതാ അമ്മച്ചി എന്നറിയാമോ? ഹന്നെ അമ്മച്ചി. പള്ളിയിൽ പോകാനും ഒരു കാര്യമുണ്ട്, പെനീൻ്റെ വീട്ടിൽ നിന്ന് ഫേസ്ബുക്ക് ഇട്ടുകൊണ്ടിരിക്കുക. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ഹന്ന ദൈവാലയത്തിൽ ചെന്ന് കരഞ്ഞു. ദൈവ സാന്നിധ്യം ഇറങ്ങി. ഉള്ളിനകത്ത് ഒരു പ്രത്യാശ ഇറങ്ങിയപ്പോൾ അവളൊരു കാര്യം കിട്ടി. ദൈവകൃപ എന്നിലേക്ക് വ്യാപരിക്കുന്നു. ആലയത്തിലെ പ്രാർത്ഥന, വിലയേറിയ പ്രാർത്ഥന. നിങ്ങളുടെ സഭായോഗങ്ങൾ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. മടുത്തു പോകാതെ ആലയത്തിനകത്ത് കണ്ണീര് വീഴുമ്പോൾ സ്വർഗത്തിൻ്റെ കരം നിനക്ക് വേണ്ടി വരും. ഹന്നയുടെ ഉള്ളിലൊരു പ്രഗ്നൻസി വന്നില്ല. അവൾ എന്താ സംഭവിച്ചത്? അവൾ സ്വർഗത്തിൻ്റെ ശബ്ദം കേട്ടു. അവളൊരു വാക്ക് പറഞ്ഞു. എന്താ വാക്ക് പറഞ്ഞ? കർത്താവെ, ഒരു പൈതലിനെ തന്നാൽ ദൈവാലയത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ നിർത്തിക്കോളാം. സ്വോത്രവും സന്തോഷമുള്ളവർക്കായി. അങ്ങനെ ഒരു അമ്മച്ചി ഹന്ന കരഞ്ഞത് കേട്ടു. ശമൂവേൽ ബാലനെ നൽകി. എങ്ക കേൾക്കാതെ അതെല്ലാം പോയി. ഇപ്പം നമ്മുടെ പാട്ടെല്ലാം ചട്ടിമാറും കൊട്ടമാറും കലം മാറുമെന്നോ. സ്വോത്രം. എത്ര നല്ല പാട്ടാണെന്നറിയോ? ഹന്ന കരഞ്ഞത് കേട്ടു. ശമൂവേൽ ബാലനെ നൽകി. ശമൂവേൽ ബാലൻ ഇപ്പോൾ ഇവിടെ പെയ്ത്തോമി ഏലി പുരോഹിതനോട്. ഏലിക്ക് ഞങ്ങളുടെ കണക്കൊക്കെ കുറച്ച് പ്രായമായി. ഇപ്പോൾ ഇൻസുലിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഒരു രാത്രി 7:30 ആയപ്പോൾ ഒരു ശബ്ദം കേട്ടു. ശമൂവേലെ, ശമൂവേലെ. ഉടനെ വിചാരിച്ചു ഗ്ലൈക്കോസൈഡിൻ്റെ ഗുളിക കൊടുക്കാൻ വിളിക്കുവാന്ന്. സ്വോത്രം. ഏലി വിളിച്ചപ്പോൾ ശമൂവേലെന്ന് ചോദിച്ചിട്ട്, അയ്യാ ഗുളികക്കാരാ, പിന്നെ ഗുളിക വേണമെന്ന്. ഞാൻ ഗുളിക കഴിച്ച് നീ മണ്ടൻ്റെ പോയി കിടന്നോളാം. സ്വോത്രം. ഒരു 11 മണിയപ്പോൾ രണ്ടാമത്തെ വിളി. ശമൂവേലെ, ശമൂവേലെ. സ്വോത്രം. വീണ്ടും ഏലിയുടെ അടുത്ത് എന്ന് ചോദിച്ച്, അയ്യാ ഇൻസുലിനാണോ ഓട്സ് കാച്ചിയതാണോ? അയ്യാ പറഞ്ഞു, ഇത് 2 ഞാൻ കഴിച്ചിരിക്കുന്നത്, ഇനി നിന്നെ വിളിക്കുവാന്നേ സ്വർഗം. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. രാത്രി 1:30 ആയപ്പോൾ അടുത്ത വിളി. ശമൂവേലെ, ശമൂവേലെ. അവനൊരു വാക്ക് പറഞ്ഞ മക്കളെ, അത് അവനെ അനുഗ്രഹിച്ച അടിയൻ ഇതാ അരുളപ്പാട് തന്നാലും. മനസ്സിലാകുന്നവർക്കായി. അവൻ കൈക്കൂലിക്ക് നിൽക്കത്തില്ല, ട്രാൻസ്ഫറിന് നിൽക്കത്തില്ല, ആവശ്യമില്ലാതെ കരമുയർത്താനും നിൽക്കത്തില്ല, പോസ്റ്റ് അടിക്കാനും നിൽക്കത്തില്ല. മനസ്സിലാകുന്നവർക്കായി. അവൻ ചർച്ചിനകത്ത് ദൈവത്തെ ആരാധിക്കുക. അന്നേരം ഏലിക്ക് 2 പിള്ളേരുണ്ടായിരുന്നു. അവന്മാരുടെ പേരാ കോപ്പനിയും പിന്നെ കാശും. മനസ്സിലാകുന്നവർക്കായി. അവൻ കൺവെൻഷൻ്റെ പോസ്റ്റ് ഒട്ടിപ്പില്ല, പരിശോധനത്തിനുമില്ല, ട്രാക്ട് കൊടുക്കാനുമില്ല. നെയ്യാറ്റിങ്കര ബിഷ്പയെന്ന് പൊരിച്ച കോഴി ചപ്പാത്തി തിന്നുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവർക്കായി. 2 ഫ്രീക്കന്മാർ. മനസ്സിലാകുന്നവർക്കായി. ഇന്ന് പാസ്റ്റർമാരെല്ലാം കുഴപ്പം പറ്റിയത് മക്കളെല്ലാം റെഡിയല്ലാതെ പോയി. രാഷ്ട്രീയക്കാരുടെ മക്കളും പാസ്റ്റർമാരുടെ മക്കളും. എനിക്ക് 2 മക്കളും ഉണ്ട്. കഴിഞ്ഞ ദിവസം മോള് പറഞ്ഞ കാര്യമുണ്ട്, അപ്പൻ്റെ കാര്യം നോക്കിക്കോണം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതിൻ്റെ മലയാളം എന്ന് പറഞ്ഞ പോലെ അനാഥ മന്ദിരത്തെങ്ങാനും ബുക്ക് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇന്നത്തെ പാസ്റ്റർമാർക്കെല്ലാം 2, നാം 2, നമുക്ക് 2 കുളന്ത ഇരിക്കുന്നത്
തമിഴ് ഭാഷയിൽ ഒരുവൻ വന്ന് ഡോക്ടറായിരിക്കുന്നത്. അപ്പോൾ വയ്യാതിരിക്കുമ്പോൾ നല്ല ട്രിപ്പെല്ലാം കൊടുത്ത് പൊന്നുപോലെ കാക്കാൻ, മറ്റവൻ നല്ല എഞ്ചിനീയർ മാർബിൾ കല്ലറ ഉണ്ടാക്കാൻ. മനസ്സിലാകുന്നവർക്കായി സുവിശേഷത്തിന് ആരുമേ കിടയാതെ സ്വോത്രം. ശമൂവേൽ പറഞ്ഞ നല്ല ഒരു കാര്യമുണ്ട്. അവൻ ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്നു. അവനായിരുന്നു ഇസ്രയേലിൻ്റെ ഒന്നാമത്തെ പ്രവാചകൻ. അവൻ കൈക്കൂലിയിൽ വീഴത്തില്ല, അഴിമതിയിലും വീഴത്തില്ല. ഒരമ്മച്ചി നിലവിളിച്ചതിൻ്റെ നല്ല ഒരു പൈതല സ്വോത്രം. അവൻ ആർക്ക് ഇശായിക്കിട്ട് കേട്ട, അയ്യാ നിനക്ക് വേറെ വല്ല പിള്ളേരിക്കുന്നോ? 7 കഴിഞ്ഞ് 8 വരുന്ന അൺവാണ്ടഡാ. ഇന്ന് ബൈബിൾ വെളിപ്പാട് 7 പുസ്തകമാണ്. അതിനോടനുബന്ധിച്ച് വീണ്ടും പറഞ്ഞു തരാം, എഫേസ്യ ലേഖനം 7 പുസ്തകമാണ്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഏറ്റവും നല്ല സംഖ്യ 7 7 കഴിഞ്ഞ് 8 ഒരുവനുണ്ടായിരുന്നു, ദാവീദ്. അവൻ കാഞ്ഞിരംകുളത്ത് പഠിച്ചതുമില്ല, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലും പഠിച്ചില്ല. ആ പാവപ്പെട്ടവൻ എവിടെ പഠിച്ചെന്നറിയാമോ? 6 കാണി നമ്മുടെ ഇശായിക്ക് ഇച്ചിരി ആട്ടും കൂട്ടം ഉണ്ടായിരുന്നു. മനസ്സിലാകുന്നവർക്കായി ഇശായിയുടെ വീട് നെല്ലിമൂട്ടിലായിരുന്നു. അവിടെ 6 കാണി സമാധാനപുരത്തിനകത്ത് കുറച്ച് ആട്ടും കൂട്ടം ഉണ്ടായിരുന്നു. ഈ പാവപ്പെട്ടവനെ അവിടെ ഇട്ടിരിക്കുക, ഇടയ്ക്ക് ഇച്ചിരി അരിയും പലോചനവും കൊടുക്കും. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അപ്പോൾ ഇശായിയോട് നല്ല പ്രവാചക ശമൂവേൽ വെച്ചു, നിനക്ക് വേറെ വല്ല കുഞ്ഞുങ്ങളുണ്ടോ? ഇശായി പറഞ്ഞു, ഒരുവനുണ്ട്. ആരാ? ദാവീദ്. സ്വർഗം പറഞ്ഞു, അവൻ്റെ മുഖം നോക്കരുത്, നിറം നോക്കരുത്, കാര്യവട്ടത്തെ ബിരുദം നോക്കരുത്, യൂണിവേഴ്സിറ്റിയുടെ PhD നോക്കരുത്. ധൈര്യമായിട്ട് പറയാൻ പറഞ്ഞു ശമൂവേലിനോട്, അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല. വചനം മനസ്സിലാകുന്നവർക്ക് ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ചി ഓർക്കേണ്ടവർ ഓർക്കത്തില്ല, നാട്ടുകാർ തള്ളിക്കളയും. കാട്ടിനകത്ത് കിടക്കുന്ന നിന്നെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും നിന്നെ വീട്ടിനകത്തല്ലെന്ന് ഇസ്രായേലിൻ്റെ രാജാവാക്കുവാൻ സ്വർഗത്തിൻ്റെ കരമിറങ്ങി വരും. ഇന്ന് രാത്രി ആത്മാവിൽ ദൂതേറ്റെടുത്തുകൊണ്ടേ പോകാവൂ. ദാവീദിൻ്റെ പിൻപിൽ PhD ഇല്ല, ബെറിയൻ കോളേജിൻ്റെ ബിരുദമില്ല, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൻ്റെ ബിരുദമില്ല, ഒന്നുണ്ടായിരുന്നു. അവൻ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു. ഇന്ന് രാത്രി ആത്മാവിൽ ചലിക്കുന്ന ചെറുപ്പക്കാർക്കായി, കുഞ്ഞുങ്ങൾക്കായി ഇന്ന് രാത്രി നീ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാൽ അധിക ദിവസം നീ കാഞ്ഞിരംകുളത്ത് കിടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആത്മാവിൽ ദൂതേറ്റെടുത്തുകൊണ്ട് ഇന്ന് രാത്രി നീ ഗ്രൗണ്ടിനകത്ത് എഴുതാകാവും. അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിൽ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് നടക്കി ആത്മാവിൽ ചലിച്ചു തുടങ്ങിക്കാട്ടെ. ദൈവമഹത്വം വെളിപ്പെട്ടാട്ടെ. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി സൈന്യത്താലല്ല, ശക്തിയാലല്ല, നിന്റെ മുൻപിൽ വാതിലുകളെ തുറക്കുവാൻ കരുത്തുറ്റവന സ്വർഗത്തിലെ ദൈവം. ആരൊക്കെ നിനക്കെതിരെ ബൗണ്ടറി കെട്ടിയാലും, ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും, നീ കണ്ണീരോടെ കരമടിച്ചാൽ നിന്നെ പൊന്ന് പോലെ പുറത്തു കൊണ്ടുവരുവാ. ഇന്ന് രാത്രി ദാവീദിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരം ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ആ കരം തളർന്ന കരമല്ല വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. ലോർഡ് ജീസസ്. 2 അവൻ്റെ മേൽ ഒന്നുണ്ടായിരുന്നു, അഭിഷേകം. അപ്പൻ്റെ ആടുകളെ പിടിക്കുവാൻ വന്ന വന്യമൃഗത്തെ തകർക്കുവാൻ അവൻ്റെ മേൽ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. ആത്മാവിൽ ഇന്ന് രാത്രി അനോയിന്റിങ് പവർ. ആത്മാവിൽ ആരാധിക്കുന്ന കുഞ്ഞുങ്ങൾ, അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, അധിക ദിവസം നെല്ലുമൂടി കടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല, ചാണി കടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല, ഭരണിയത്ത് കടക്കാൻ അനുവദിക്കത്തില്ല. ദൈവം നിന്നെ ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു പുതുവഴി തുയർന്നത് പോലെ ഇന്ന് രാത്രി ഇടയ ചെറുക്കനെ ഇസ്രായേലിൻ്റെ രാജാവാക്കുക. ഇന്ന് രാത്രി ദാവീദിന്റെ പിൻപിൽ ഒരു കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി പഠിക്കുന്ന മോനെ മോളെ നീ ആത്മാർത്ഥമായി കരമടിച്ച് ആരാധിച്ചാൽ അനവധി വാതിലുകൾ നിനക്ക് വേണ്ടി തുറന്നു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് നീ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചാൽ അന്തപുരങ്ങളിൽ, കളക്ട്രേറ്റുകളിൽ ഇരുന്ന് ഫയൽ നോക്കുക. സ്വർഗത്തിലെ ദൈവം നിന്നെ ബലപ്പെടുത്തും. ദൂതേറ്റെടുക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പനും അമ്മയും നിനക്കെതിരായിരിക്കും, നാട്ടുകാർ നിനക്ക് അനുകൂലമല്ലായിരിക്കും. ഇന്ന് രാത്രി നാട്ടുകാരും വീട്ടുകാരും വരുന്ന വരത്തില്ല. ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും, ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാലും, ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി പറയണം, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക്. കരമുയർത്തുന്ന സഹോദരങ്ങൾക്ക് അമ്മച്ചി കരമുയർത്തി പറ, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. പഠിക്കുന്ന മോനെ കരമുയർത്തി പറ, അല്പം പിറകോട്ടായാലും എൻ്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. എന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക്, വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക്, കാട്ടിനകത്ത് കരമടിച്ചവനെ ഇസ്രായേലിന്റെ രാജാവാക്കുക. സർവശക്തന്റെ കരമിറങ്ങിയെങ്കിൽ സിംഹക്കുഴിയിൽ കടന്ന ദാനിയേലിന് ഇറാഖിന്റെ ചീഫ് സെക്രട്ടറി ആക്കുവാൻ ദൈവത്തിന്റെ കരമിറങ്ങിയെങ്കിൽ പൊട്ടക്കിണറ്റിൽ കടന്ന യോസഫിനെ ഇസ്രായേലിന്റെ ഉപപ്രധാനമന്ത്രിയാക്കുക സർവശക്തന്റെ കരമിറങ്ങിയെങ്കിൽ 1000 ആണ്ട് ശാപത്തിൽ കടന്ന റൂത്തിനെ പിടിച്ച് ബോവസിന്റെ വയലിൽ ഇറക്കുക സർവശക്തന്റെ കരമിറങ്ങിയെങ്കിൽ ഈ കൺവെൻഷൻ രാത്രി പറയണം, ആ കരം തളർന്ന കരമല്ല, എന്റെ കടുകെട്ട് വീണ വിഷയത്തിനകത്ത് മറുപടി തരുവാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തൻ.
യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില വഴികൾ പരിശുദ്ധാത്മാവ് കുഞ്ഞുങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന രാത്രിയാകട്ടെ. 2025 ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നതിന് മുമ്പ് ചില പുതിയ പ്ലാനുകൾ സ്വർഗത്തിലെ ദൈവം ഈ കുഞ്ഞുങ്ങൾക്ക് മേളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ദിനങ്ങളായി മാറട്ടെ. അവരുടെ പേപ്പറുകളിനകത്ത് ദൈവകരം ഇറങ്ങി വരട്ടെ. അവരുടെ ഇന്റർവ്യൂ ബോർഡിനകത്ത് ദൈവകരം ഇറങ്ങി വരട്ടെ. ഇന്ന് രാത്രി നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവ, ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവ. അതുകൊണ്ട് ഇന്ന് രാത്രി ദാവീദിനോട് ചേർന്ന് കൺവെൻഷൻ കൂട്ടങ്ങളുടെ രണ്ടാമത് രാത്രി യഹോവ എൻ്റെ ഇടയനാകുന്നു. കരം ഉയർത്തുന്നവർക്ക് അമ്മച്ചി അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല, സന്തോഷമില്ലല്ലോ. കണ്ടല സർവീസുകാരൻ്റെ ബാങ്ക് പൊട്ടട്ടെ, ഭാരപ്പെടേണ്ട, പച്ചയായ പുൽപ്പുറത്തൂടെ ദൈവം നിന്നെ നടത്തിക്കോളും. ഇന്ന് രാത്രി ഇവിടെ മഴ പെയ്ത് നിന്റെ കിണറ്റിലെ വെള്ളം പ്രത്യേകമാകട്ടെ. കൂരിരളുടെ താഴ്വരെ നീ കടന്നു പോയാലും അവൻ്റെ കരം നിന്നെ തേടിയെത്ത് സ്വസ്ഥതയുടെ ഉറവ നിന്റെ വീട്ടിനകത്ത് തരുവാൻ എൻ്റെ ദൈവം വിശ്വാസമല്ല. കൂടംകുളത്തെ ആണവ നിലയം തകരട്ടെ. ഇന്ന് രാത്രി മൂലമറ്റത്തുനിന്ന് സപ്ലൈ ഇല്ലാതിരിക്കട്ടെ. കരമുയർത്ത് യഹോവ എൻ്റെ ഇടയനാകുന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്നെ കാത്തു പരിപാലിക്കുക. ദാവീദിന്റെ പിൻപിലിറങ്ങിയ കരമിറങ്ങി വരും. അതുകൊണ്ട് ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി പിടിക്കാം. അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാൽ അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും നാട്ടുകാർ തള്ളിയാലും ചേട്ടന്മാർ നിന്നെ തള്ളിക്കളഞ്ഞാലും ഇന്ന് രാത്രി ആരാധിക്കുന്ന നിന്നെ ഉയർത്തുന്നവനാ സ്വർഗത്തിലെ ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഗ്രൗണ്ട് വിട്ടു പോകുമ്പോൾ കണ്ണീരോടെ പറയണം, എൻ്റെ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, എൻ്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുടെ വാഗ്ദത്തത്തിൻ്റെ സമയം അടുത്തു വരുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു.